ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ആ ഒരു POQൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 15 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലം സെക്ഷൻസ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ് ഇപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, അതിന് റിസർച്ച് മെത്തഡോളജി, എറർ അനാലിസിസ്. നമ്മൾ എറർ അനാലിസിസിൽ ഒന്നും പ്രോബ്ലം സെക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, ബട്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ആ പ്രോബ്ലം സെക്ഷൻ എന്ത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് വരുന്ന 15 മാർക്കിന്റെ എസ് ഐ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് MD, FD ആൻഡ് BE ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കമ്പയർ സൈലന്റ് ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാക്സ്വൽ ബോൾസ്മാൻ, അതുപോലെ തന്നെ ഫെർമി ഡിറാക്ക്, ബോസ് ഐൻസ്റ്റീൻ, ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, ഈ 3 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. കാരണം എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചില സമയത്ത് 3ഉം എഴുതാൻ ചോദിക്കും, 3 കമ്പയർ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കും, ചില സമയത്ത് ഓരോന്നിന്റെ ഡെറിവേഷൻസ് ഇതും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിൽ എന്തായാലും എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം എസ് ഐ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ നിന്നും ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഡെറിവേഷൻ എഴുതിയാൽ മതി. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് റിസർച്ച് മെത്തഡോളജിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഴുതുമ്പോൾ അത്യാവശ്യം ഒരുപാട് കണ്ടന്റ് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം അതിൽ തന്നിട്ട് നമ്മളിപ്പോൾ നോട്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞ പോയിന്റ്സും വേണം, കുറച്ച് പോയിന്റ്സും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലും കുറച്ച് പോയിന്റ്സ് അവിടെ ആഡ് ചെയ്താൽ അതിന്റെ മാർക്ക് നമുക്ക് വരുള്ളൂ. അതായത് ആ ഒരു പേപ്പർ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് എഴുതിയിട്ട് കാര്യമില്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടി അവിടെ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇല്ല, എന്തായാലും ഈ ഒരു കേസ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻസ് അവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം സെൻഡ് ചെയ്ത ഈ നോട്ട്സിൽ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിന് കമ്പയർ ചെയ്യാൻ ഒന്ന് നിങ്ങൾക്ക് ഈ ബോക്സ് വരച്ച് വരയ്ക്കാം, എഴുതാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇല്ലാതെ 3എണ്ണം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിന്റെ പോയിന്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാലും മതിയാവും. ഓക്കെ, അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ എഴുതുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ നോട്ട്സിൽ അത്യാവശ്യം പോയിന്റ്സിലുണ്ട്. ഏകദേശം ഒരു 9ഓളം പോയിന്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ഇവർ തമ്മിലുള്ള വേരിയേഷൻ. പിന്നെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതി കഴിഞ്ഞാൽ ഏകദേശം 15 മാർക്കിന് അടുപ്പിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 14-12 മാർക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് അതിൽ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് 3 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കമ്പാരിസൺ ചോദിച്ചിരിക്കുന്നത്. കമ്പാരിസൺ ചോദിക്കുക, കമ്പാരിസൺ എഴുതിയാൽ മതി, ഡെറിവേഷൻ അവിടെ കൊടുക്കണമെന്നില്ല. ഇവിടെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് MD, FD ആൻഡ് BE ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ആ ഒരു പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ അവിടെ എഴുതുക. ദെൻ അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്കറിയാലോ അതിൽ എല്ലാ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് അല്ല, ചില ഐഡന്റിക്കൽ ആണ്. ഇപ്പോൾ തന്നെ മാക്സ്വൽ ബോൾസ്മാൻ നോക്കിയാൽ അവിടെ നമുക്ക് പാർട്ടിക്കിൾസ് എല്ലാം ഡിസ്റ്റിങ്വിഷബിൾ ആണ്, അതുപോലെ തന്നെ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഫെർമി ഡിറാക്കിൽ വരുന്ന സമയത്ത് പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആണ്, പക്ഷെ എന്തല്ല, അത് ഡിസ്റ്റിങ്വിഷബിൾ അല്ല, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾസ് വേണം എന്നൊരു റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മാക്സ്വൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ അവിടെ വരുന്നില്ല. ദെൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് എ റിസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എത്ര പാർട്ടിക്കിൾസ് ആണ് അതിൽ വരുന്നത്, അത് ഓരോന്നിന്റെയും ക്ലാസ്സുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. കാരണം നമ്മൾ അന്ന് ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഓരോന്നും 1 by 1 ആയിട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ ഒറ്റയിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. ജസ്റ്റ് എന്ത് നിങ്ങൾ ക്ലാസ് കേട്ട് എന്താണ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഓരോ കേസ് ഒന്ന് അനലൈസ് ചെയ്തെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് 3 കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഇത് എന്തായാലും കാണാതെ പഠിച്ചിട്ട് പോയാലും ഇത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എന്താണ് ഓരോന്നിൽ പറയുന്നത്, അല്ലെങ്കിൽ ഓരോന്നിലെ ഡിസ്ട്രിബ്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അവിടെ നമ്മൾ പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെ എടുത്തു, ആ ഒരു GI ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്ത് അതൊക്കെ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അല്ല നമുക്ക് ഇതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കമ്പാരിസൺ മാത്രമായിട്ട് ഒരു കേസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, കാണാതെ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ പാർട്ടിക്കിൾസ് ഇൻഡിവിഷ്വബിൾ ആണ് അതിൻ്റെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിപ്പോൾ. അതിനെക്കാട്ടി എന്ത് ചെയ്യുക, ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മാക്സ്വൽ ബോൾസ്മാൻ ആണെങ്കിൽ മാക്സ്വൽ ബോൾസ്മാൻ പഠിക്കുക. കാരണം എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്പാരിസൺ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ ആയിട്ട്, ഓക്കെ, ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് 3 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാലും, അത് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പേപ്പറിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു which are the particles which have the distinguishable and identical. ഓക്കെ, അതായത് ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ് പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിളും അതുപോലെ തന്നെ ഐഡന്റിക്കൽ ആയി നിൽക്കുന്നത് എങ്ങനെ ചോദിക്കാം, 1 വേർഡിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ വേറൊരു കേസാണ് പറഞ്ഞിരിക്കുന്നത്, വോളിയം സ്റ്റേറ്റ് ഇൻ ദ സിസ്റ്റം സ്പേസ് ഇസ് നോട്ട് നൗൺ. ഓക്കെ, സിസ്റ്റം സ്പേസിന്റെ വോളിയം സ്പേസ് അവിടെ അൺനൗൺ ആണ്.
പിന്നെ സ്പേസ് ഇവിടെ നമുക്ക് വോളിയം എച്ച് ക്യൂബാണ് കിട്ടുന്നത്. സ്പേസ് നോൺ ആണ്, എച്ച് ക്യൂബാണ് നമുക്ക് വോളിയം ക്യൂബ് ഇവിടെ ഫേസ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിന്റെ പാർട്ടിക്കിൾ എനി സ്പിൻ, ഏത് സ്പിന്നിലുള്ള പാർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, applicable to the particles having half odd integral spin. ഓക്കെ, ഇതാണെങ്കിലോ നമ്മുടെ ബോസ്-ഐൻസ്റ്റൈൻ ആവുന്ന സമയത്തോ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു പാർട്ടിക്കിൾസ് ഹാവിംഗ് ഇന്റഗ്രൽ സ്പിൻ. ഓക്കെ, മാക്സിമം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. എത്രയാണ് വരുന്നത്? ഇതാണ് നമുക്ക് എത്ര വരുന്നുണ്ട് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, വിച്ച് ഈസ് 1/e⁻α + β ഇതാണെങ്കിലോ ഇത് നമ്മുടെ ഫെർമി ഡിറാക് ആണ്. ഫെർമി ഡിറാക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഫെർമി എനർജി ഡിറ്റർമിൻ ചെയ്യാൻ, സോഡിയത്തിന്റെ ഫെർമി എനർജി ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാക്സിമം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/e⁻α + β ഉണ്ട്. ഇവിടുത്തെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? 1/e⁻α + β ഇതാണ് മാക്സിമം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, മൂന്നിലുള്ള മാക്സിമം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അവിടെ നോക്കണം. ഓക്കെ, ഈ ഒരു വാല്യൂസ് നോക്കുക. ദെൻ ഈ ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അവിടെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, മാക്സ്വെൽ ബോൾട്സ്മാൻ അതുമായിട്ട് അപ്രോച്ച് ചെയ്യും. MD സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അത് അപ്രോച്ച് ചെയ്യും ഹയർ ടെമ്പറേച്ചറിൽ. ഓക്കെ, അതുപോലെ തന്നെ ഹയർ ടെമ്പറേച്ചർ ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും? മാക്സ്വെൽ ബോൾട്സ്മാനുമായിട്ട് അപ്രോച്ച് ചെയ്യും. കാരണം മാക്സ്വെൽ ബോൾട്സ്മാൻ ആണ് നമുക്ക് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് നമുക്കറിയാലോ, ഒരു സെർട്ടൺ കണ്ടീഷൻ കഴിയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴും എന്തിലോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്? ക്ലാസിക്കൽ തിയറിയിലോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. ബോറിന്റെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അതിന്റെ ഒരു കേസ് അവിടെ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു ട്രൂത്ത് ആയിട്ടുള്ള കേസാണ്. കാരണം എപ്പോഴും ഒരു ക്വാണ്ടം മെക്കാനിക്സിന്റെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് എന്തോ ക്ലാസിക്കൽ തിയറീസ് നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഫണ്ടമെന്റൽ ഫാക്ടർ ആണ്. സോ അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ പിന്നെ അവിടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഒബേ ചെയ്യുന്നില്ല. അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നു? മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് MD, FD ആൻഡ് B ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിവിടെ ഇതിന്റെ മൂന്നിന്റെ ഡെറിവേഷൻസ് എഴുതി വെച്ച് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്താണ് ആ 3 ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് അവിടെ പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഫീച്ചേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇതിനായിട്ട് ശ്രമിക്കാം. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ thesis preparation, explain the different parts of a thesis. ഓക്കെ, അപ്പോൾ എന്താണ് തീസിസ് പ്രിപ്പറേഷൻ എന്നും അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ തീസിസ് റൈറ്റിംഗ് നടത്തേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവിടെ നമ്മൾ ഡിസ്കസ് ആ ഒരു റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ഈ ഒരു essay ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ വെറുതെ എന്തെങ്കിലും എഴുതി നമുക്ക് മാർക്ക് കിട്ടില്ല. തീസിസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന പോലെ എഴുതാൻ പറ്റുന്ന ഒരു കേസും അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു എന്താണ് നിങ്ങൾ എഴുതുന്നത് കറക്റ്റ് ഒരു മീനിങ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് നമ്മളത് എഴുതാനായിട്ട്. ഈ പേജിൽ നമ്മൾ പറയുന്നുണ്ട്, പേജ് നമ്പർ 18. ഓക്കെ, തീസിസ് പ്രിപ്പറേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് 18 തൊട്ട് ഈ ഒരു പേപ്പറിനകത്തുള്ള എല്ലാ കണ്ടന്റ്സും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. മാക്സിമം അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഹെഡിങ്സ് എങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവണം. ഹെഡിങ്സ് വെച്ചിട്ട് ഹെഡിങ്സ് ഒരിക്കലും മാറ്റാൻ പാടില്ല. ഹെഡിങ്സ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം ഇത് നമുക്ക് ഇത്രയും ഒരു പേപ്പർ എഴുതുക എന്ന് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആണോ, സമയം നമുക്ക് തികയണമെന്നില്ല. ഓക്കെ, 18 തൊട്ട് ഏകദേശം 9 പേപ്പർ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം ഇത് നിങ്ങൾക്ക് സ്പീഡിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു essay ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് കൂടെ കിട്ടും. ഓക്കെ, ഒരു 13 മാർക്ക് അടുപ്പിച്ചിട്ട് നമുക്ക് അതിൽ കിട്ടില്ല, എല്ലാ ഹെഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു തീസിസ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അതിന്റെ ഓരോരോ ഡീറ്റെയിൽസും. ഓക്കെ, ഓരോ ഹെഡിങ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഫസ്റ്റ് പേപ്പർ എങ്ങനെയാണ്, ടൈറ്റിൽ പേജ് എന്താണ്, ഡിക്ലറേഷൻ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ടേബിൾ കണ്ടന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫിഗേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ്, കൺക്ലൂഷൻ എന്താണ്, റെഫറൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ മാർക്ക് കിട്ടൂ. കാരണം അവർക്ക് വാല്യൂഷൻ ചെയ്യാൻ കൊടുക്കുന്ന പേപ്പറിൽ സ്കീമിൽ നമുക്ക് ഓരോ പോയിന്റ്സ് ഉണ്ടാവും, ഇന്ന കീ പോയിന്റ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും വാല്യുവേഷൻ നടത്തുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാണ് ആ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഓൺ തീസിസ് പ്രിപ്പറേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ തീസിസ്. ഈ ഡീറ്റെയിൽഡ് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ച 18ാം നമ്പർ പേജിൽ കാണിച്ച അതേ ക്വസ്റ്റ്യൻ അതേ ആൻസർ തന്നെ നമുക്ക് എന്ത് ചെയ്യണം അവിടെ എഴുതേണ്ടത്. കണ്ടോ, ഇത് മുതൽ. ഓക്കെ, ഇതാണ് ആ ഒരു സ്റ്റാർട്ടിങ്
എന്നുവെച്ചാൽ ഉത്തരം. ദെൻ അതിനുശേഷം സ്റ്റെപ്സ് ഒക്കെ പറയുന്നത് ഇങ്ങോട്ട് വരുവാണ്, പാർട്സ് ഇങ്ങോട്ട് വരുവാണ്. ഓക്കെ, അതിന്റെ പാർട്സ് എന്താണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു 13-14 മാർക്ക് അടുപ്പിച്ച് കിട്ടും. പക്ഷേ ഇതിലെല്ലാ ടോപ്പിക്സും ഹെഡിങ്സും ഇൻക്ലൂഡ് ചെയ്യണം. അത്യാവശ്യം വേണ്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാത്തിലും കൊടുക്കണം എന്താണ് ചെയ്യുന്നത്. ഓക്കെ, വെറുതെ നമ്മൾ ടൈറ്റിൽ പേജ് ചെയ്യുന്നു, കണ്ടന്റ് പേജ് അങ്ങനെ മാത്രം കൊടുത്താൽ മാർക്ക് കിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എന്തെങ്കിലും ആൻസേഴ്സ് അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട്സ് ഓൺ estimation reporting of errors with reading scales, variance in measurement, error bar and graphical method. ഇതിപ്പോൾ നമുക്ക് വന്നിട്ട് 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസിൽ മാർക്ക് അതനുസരിച്ച് അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ടോട്ടൽ നമുക്ക് അവിടെ 15 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏകദേശം ഒരു 3 or 4 മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് അതിൽ വരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ 3 എണ്ണത്തിന് ഒരു മാർക്കും, ദെൻ ഈ ഒരു എറർ ബാർസിന് ഗ്രാഫിക്കൽ മെത്തേഡിൽ ആ ഗ്രാഫ് കൂടി നമ്മളവിടെ പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഗ്രാഫ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഗ്രാഫ് കൂടി പ്ലോട്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് നമ്മൾ ആ നോട്ട്സിൽ ലാസ്റ്റ് സെൻഡ് ചെയ്ത നോട്ടുകളിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ സൈറ്റിൽ ആഡ് ചെയ്തേക്കാം നോട്ട് കൂടി. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അത് എഴുതുന്ന സമയത്ത് ആ ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കുന്ന സമയത്ത് ആ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്ന ഇതും ആ എറർ എങ്ങനെ വരുന്നത് കൂടി അവിടെ കാണിക്കുക. കാരണം എന്തായാലും നമുക്ക് ആ എസ്റ്റിമേറ്റിംഗ് റിപ്പോർട്ടിംഗ് ഓഫ് എറേഴ്സ് കുറച്ച് മാത്രമേ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ഇത് വരുന്നില്ല. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ കേസ് എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ ആ ക്വസ്റ്റ്യൻ എറർ ബാർസിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം ഇത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതനുസരിച്ച് മാർക്ക് കിട്ടും. ഇപ്പോൾ ഇതിന് ആ ഗ്രാഫിന് കൂടിയുള്ള മാർക്ക് അവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി എഴുതുക. ഓക്കെ, ഇപ്പോൾ എറർ ബാർസിന് ഗ്രാഫിക്കൽ മെത്തേഡ് വേണമെങ്കിൽ അവർക്ക് അത് മാത്രമായിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് യു മീൻ ബൈ എറർ മെഷർമെന്റ് എന്നും എറർ ബാർസിന് ഗ്രാഫിക്കൽ മെത്തേഡും ചോദിക്കാം. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗ്രാഫിക്കൽ മെത്തേഡ് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിൽ എന്ത് ചെയ്യുക, അതിൽ ആൻസർ ആയിട്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ്സ് എന്താണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു എറർ ഗ്രാഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ എറർ ബാർ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും അതിൽ വരുന്നുണ്ട്. ഈ നോട്ട്സിൽ തന്നെ നമുക്ക് ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് കാണിക്കുന്നത്, ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കാണിക്കുന്നത്. കാരണം അത് എസ്സേ ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ എഴുതിയാൽ മാത്രം മതിയാവും. എന്നാലും 2 മാർക്കിനാണെങ്കിൽ പോലും ആ റഫായിട്ട് ആ ഗ്രാഫ് നമ്മളോട് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഗ്രാഫ്. ഓക്കെ, പിന്നെ വാരിയൻസ് ആൻഡ് മെഷേഴ്സ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവിടെ നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കാം. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ അത്യാവശ്യം ഈ എറർ ബാറും ആ ഒരു ഗ്രാഫിക്കൽ മെത്തേഡും നമ്മൾ നല്ലതായിട്ടൊന്ന് നോക്കിയിട്ട് പോകുക. ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കേസ് നമ്മൾ ക്ലാസ്സുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതുകൂടി കറക്റ്റായിട്ട് നോക്കുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, what are the write a detailed account on the control of communicable diseases, management and prevention. Okay, നമുക്ക് പകരുന്ന ഡിസീസ്, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസിന്റെ മാനേജ് എന്തൊക്കെയാണ് ആ ഡിസീസസ്, നമുക്ക് അതുപോലെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് പ്രിവെൻഷൻ മെഷേഴ്സ്, ദെൻ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പോൾ വൺസ് ഇതിപ്പോൾ ഒന്ന് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന കാര്യമൊക്കെ നമ്മളോട് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതിനെങ്ങനെ പടരാതിരിക്കാൻ ശ്രമിക്കുക. അറിയാലോ, നമ്മൾ ആ കോവിഡ് ഒക്കെ വന്ന സമയത്തുള്ള ആ ഒരു കേസസ് ഒക്കെ ഒന്ന് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ആ നോട്ട്സിലൊക്കെ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിലെ ഈ ഒരു ഡിസീസസിനെ കുറിച്ചിട്ടും നാച്ചുറൽ ഹസാർഡ്സിനെ കുറിച്ചും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ഒരു നോട്ടിൽ അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ട്സ് ഒന്ന് വായിക്കുക. നോട്ട്സ് മാത്രം വെച്ച് നമുക്ക് എസ്സേ എഴുതാൻ പറ്റണമെന്നില്ല. നമ്മൾ കുറച്ച് കാര്യം എന്ത് ചെയ്യണം, നമ്മൾ അറിയുന്നുള്ള കുറച്ച് പോയിന്റ്സ് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇതെന്തായാലും ഒരു ജനറൽ പേപ്പർ പോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി പോയിന്റ്സ് അവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമ്മൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന കേസൊക്കെ ഒന്ന് അവിടെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ജസ്റ്റ് ഈ ഒരു നോട്ടിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കല്ല. ഇതെന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിന്റെ കേസ് നമ്മളൊന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് ചിന്തിച്ച് നോക്കുക. കറക്റ്റായിട്ട് നമുക്ക് അറിയാനുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് അറിയാതിരിക്കും എന്തൊക്കെയാണ് കുറച്ച് കാര്യം നമുക്ക് ഫണ്ടമെന്റലായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഓക്കെ, കാരണം അത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എങ്ങനെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോക്കുക. ഓക്കെ, then അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യുന്ന അതുപോലെ തന്നെ എങ്ങനെ പ്രിവെൻഷൻസ് മെഷേഴ്സ്, കൂടുതൽ നമുക്ക് മാനേജ്മെന്റ് വൺസ് ഒരു സൈഡിൽ നടക്കണം, അതുപോലെ തന്നെ കുറച്ച് കാര്യം എന്താണ് പ്രിവെൻഷൻ ചെയ്യണമല്ലോ, പ്രിവെൻഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, then derive the Maxwell-Boltzmann distribution function. Okay, Maxwell-Boltzmann distribution functions derive ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓരോ പാർട്ടിക്കിൾസിന്റെ കേസസും എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് വന്നത്, ദെൻ അതിൻ്റെ ആ ഒരു എന്താ പ്രോപ്പർട്ടീസ്. ഓക്കെ, മാക്സ്വൽ ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ പ്രോപ്പർട്ടീസ് ആദ്യം എഴുതണം. എന്താണ് മാക്സ്വൽ, ഒരു ക്ലാസിക്കൽ തിയറിയാണ് ശരിക്കും മാക്സ്വൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ ലോയും അതെല്ലാം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ക്ലാസിക്കൽ തിയറി ആണെന്ന് എഴുതുക, ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ഒബേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ എന്ത് ചെയ്യണം, നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ആ സ്ട്രില്ലിങ്സ് അപ്രോക്സിമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഓർത്തെടുക്കുക. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഐഡന്റിക്കൽ ആയിരിക്കണം, ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ്, ഹയർ ടെമ്പറേച്ചറിലുള്ള ഗ്യാസ് മോളിക്യൂൾസും ഹയർ ടെമ്പറേച്ചറുള്ള ഗ്യാസ് മോളിക്യൂൾസ് ലോ പ്രഷറിലും ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോസ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അല്ലെ നമുക്ക് സ്പിന്നൊന്നും അവിടെ നമുക്ക് പ്രശ്നമില്ല, അപ്പം അതൊക്കെ ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ആ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ കൂടി വരുന്ന ഒരു കേസാണ്. അത് നിങ്ങൾക്ക് ശരിക്കും നമ്മളെ എസ് എ ക്വസ്റ്റ്യനിൽ എഴുതുന്ന സമയത്ത് അത് എഴുതണ്ട. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് അവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു 5th ക്വസ്റ്റ്യൻ, ഡിറൈവ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുകൂടെ കൊടുക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. മറ്റ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഇതാണ്, അതുകൊണ്ടാണ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ക്ലാസിക്കൽ തിയറി ഒബേ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ചോദിക്കുമ്പോൾ അത് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിന് കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊന്നും കൊടുക്കണമെന്നില്ല. ഓരോ ക്ലാസിഫിക്കേഷനും ഡെറിവേഷൻ സിമ്പിൾ ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെറിവേഷൻ നമുക്ക് സിമ്പിൾ ആണ്. നിങ്ങൾ ഒന്നുകൂടി ഡെറിവേഷൻസ് കേട്ടിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതവിടെ എഴുതുക. ഓക്കെ, അടുത്ത 6th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലേഔട്ട് ആൻഡ് എക്സ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് ഓർ എ തീസിസ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ. ഇത് 2022-ലും 2021-ലും ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡീറ്റെയിൽഡ് നോട്ട് ഓൺ തീസിസ് പ്രിപ്പറേഷൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ തീസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാനിതിപ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ലേഔട്ട് എന്ന് ചോദിച്ചാലും എസെൻഷ്യൽ പാർട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് ഒരു തീസിസ് ചോദിച്ചാലും രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 2023-ൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2021-ൽ ചോദിച്ചിട്ടുണ്ട്, 2022-ലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആ തീസിസ്. അപ്പോൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലേഔട്ട് ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ സ്ട്രക്ചർ, അതായത് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. ദെൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, ഓരോ ഹെഡിങ്സ് എഴുതണം, അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻസ് അവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോസസ് ഓഫ് റിസർച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് റിസർച്ച് എങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, വാട്ട് ആർ ദ പ്രോസസ് ഓഫ് എ ഗുഡ് റിസർച്ച് എന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് സയന്റിഫിക് റിസർച്ച് ഇവിടെ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ നോട്ട്സിലുണ്ട്. അത് പേജ് നമ്പർ 8 ആണ്. അപ്പോൾ അതിൽ നമുക്ക് റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 2 സ്റ്റെപ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ നമുക്ക് തോന്നുന്ന പോലെ എഴുതാനും പറ്റില്ല. ഓക്കെ, കാരണം ഞാൻ പറയുന്നത് ഒരു ജനറൽ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ശരിക്കും അതിന് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഓരോ ഹെഡിങ്സ് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ വേണം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എഴുതുന്നതിൽ ചെറിയൊരു ഇതൊക്കെ വന്നാലും കുഴപ്പമില്ല, പക്ഷേ ഹെഡിങ്സ് കറക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ റിസർച്ച് പ്രോസസ് വരുന്ന ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ. ഈ ലിറ്ററേച്ചർ സർവേ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ്, വാട്ട് യു മീൻ ബൈ എ ലിറ്ററേച്ചർ സർവേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും 4 മാർക്ക് ക്വസ്റ്റ്യന് ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട്, വാട്ട് യു മീൻ ബൈ ലിറ്ററേച്ചർ സർവേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക, എന്താണ് ലിറ്ററേച്ചർ സർവേ എന്ന്. ദെൻ അതുപോലെ തന്നെ പിന്നെ പ്രൈമറി സിംനോസിസ്, ദെൻ ഐഡന്റിഫിക്കേഷൻ ലേബലിംഗ് ഓഫ് വേരിയബിൾസ്, ദെൻ അതിലൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ തന്നെ നമുക്ക് വരുന്ന ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, പിന്നെ വെരിഫിക്കേഷൻ, ടെസ്റ്റിംഗ്, പ്രിപ്പറേഷൻ, റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്. ദെൻ ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്, ഡാറ്റ കളക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം അവിടെ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് തീസിസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവിടെ എടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് റിസർച്ച് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇത്രയും എന്തായാലും നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത്രയും ഇതുപോലെ എഴുതണമില്ലല്ലോ, അപ്പോൾ കുറച്ച് കുറയും. അപ്പോൾ പേജ് നമ്പർ അതനുസരിച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് റിസർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻ ഇവിടെ റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോസസ് ഓഫ് റിസർച്ച്. അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് ക്രൈറ്റീരിയസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ക്രൈറ്റീരിയസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ. 2022-ൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്, റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോസസ് ഓഫ് റിസർച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ച് പ്രോസസ് എന്ന്, അതിൻ്റെ ആ ഡിഫറെന്റ് സ്റ്റെപ്സ്. ഓക്കെ, ഏകദേശം 13 സ്റ്റെപ്സോളം വരുന്നുണ്ട്. ആ റിസർച്ച് പേപ്പർ, തീസിസ്, റിപ്പോർട്ട് റൈറ്റിംഗ്, അതൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ പ്രോസസ് ഓഫ് റിസർച്ച്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ ആൻഡ് കോസസ്. ഓക്കെ, അപ്പോൾ എററിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എറേഴ്സ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2022-ലും 2021-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് കോസസ്. എങ്ങനെ എറേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആ ഒരു എറേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു എറേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് 15 മാർക്ക് എസ്ഐ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഡോമിനന്റ് എറേഴ്സ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഓക്കെ, സിസ്റ്റമാറ്റിക് എറേഴ്സിനകത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ഒക്കെ വരുന്നത്, എൻവയോൺമെന്റൽ എറേഴ്സ്. അപ്പോൾ ഇതിൽ ശരിക്കും അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു 3 എഴുതിയാലും നമുക്ക് ഒന്നിന് 5 മാർക്ക് വെച്ചിട്ട് 15 മാർക്ക് അവിടെ തരാൻ പറ്റും. അപ്പോൾ അതിലാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണെന്ന് എഴുതുക, അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ, ഇൻസ്ട്രുമെന്റൽ എറർ എന്താണ്, എൻവയോൺമെന്റൽ എറേഴ്സ് എന്താണ്, എറർ ഡ്യൂ ടു ഒബ്സർവേഷൻ എന്താണ്, അപ്പോൾ ഇതൊക്കെ കൊടുക്കുക. ദെൻ റാൻഡം എറേഴ്സ്. ഓക്കെ, റാൻഡം എറേഴ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് റാൻഡം എറേഴ്സ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എന്താണ് റാൻഡം എറേഴ്സ് എന്ന് അവിടെ കൊടുത്താൽ ആക്സിഡന്റലി പറ്റുന്ന എറേഴ്സ് നമുക്ക് റാൻഡം എറേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഡോമിനന്റ് എറേഴ്സ്. ഓക്കെ, ഒരു ഇതിൽ കൂടുതൽ കാണുന്ന എറേഴ്സ്, ഡോമിനന്റ് എറേഴ്സ് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, ഡോമിനന്റ് എറേഴ്സ് എന്താണെന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് ഇത്രയും അവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, പിന്നെ ആ ഒരു മെഷർമെന്റിൽ വരുന്ന എറേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണെന്ന് ഒന്ന് ബ്രീഫായിട്ട് എന്താണ് എറേഴ്സ് എന്ന് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതാണ് നമുക്ക് അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് പ്രോസസ്സിൽ വരുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. അറിയാമായിരിക്കും, നമ്മൾ ആ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വായിച്ചതിന് ശേഷം കുറച്ചുകൂടി ഓൺ സെന്റൻസ് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. എന്താണ് ക്ലൈമറ്റൽ ചേഞ്ചും അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, ഡിസാസ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ എക്സാമ്പിൾസ് എഴുതാം. റീസെന്റ് ഇന്ത്യയിൽ നടന്ന കുറച്ച് ഡിസാസ്റ്റേഴ്സ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നമുക്ക് ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് അതനുസരിച്ച് കൂടുതൽ നമുക്ക് പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച്, ഓക്കെ, ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് നമുക്കൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചൊരു എസ്സേ ഒരു 15 മാർക്കിന് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ നോട്ട്സ് ഒന്ന് വായിച്ച് അതിന് ഒന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഓൺ വേർഡ്സിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിസാസ്റ്റർ കോസ്ഡ് ആൻഡ് മാനേജ്മെന്റ് റീസെന്റ് ഇയേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നടന്ന അടുത്ത കാലങ്ങളിൽ നടന്ന കുറച്ച് ഡിസാസ്റ്റർ നമ്മൾ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ നോക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ നോട്ട്സിൽ നോക്കിയതിന് ശേഷം അത് കുറച്ച് അതിനകത്ത് ഉണ്ട് പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന കേസിൽ ഏതൊക്കെ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പോൾ റീസെന്റ് നടന്ന ഏതെങ്കിലും ഹറിക്കെയിൻസോ ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ എന്താ വോൾക്കാനിക് ഇറപ്ഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്കവിടെ ഒരു 15 മാർക്കിനാണ്. ഒരു 6 7 എക്സാമ്പിൾസ് അവിടെ കൊടുക്കുക. ഓക്കെ, 5 അല്ലെങ്കിൽ 6 7 എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഏതൊക്കെയാണ് ഡിസാസ്റ്റേഴ്സും എങ്ങനെയാണ് നടന്നത്, അതുപോലെ തന്നെ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, എന്തൊക്കെ പ്രിക്യൂഷൻസ് എടുത്തിരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെ മെഷേഴ്സ് ആണ് അതിന് ശേഷം എടുത്തത്. ഓക്കെ, റീഹാബിലേഷൻ പോലത്തെ പ്രോസസ്സ് നമ്മൾ നടത്തുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് കമ്പാരിസൺ ഓൺ ദ 3 സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബോസ്-ഐൻസ്റ്റീനും അതുപോലെ തന്നെ ഫെർമി-ഡിറാക്കും. അതെന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എന്നോട് കൊടുക്കുക. ഓക്കെ, അതിൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ഡെറിവേഷൻ ഒന്ന് സിംപ്ലിഫൈഡ് രീതിയിൽ കൊടുക്കാം. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ തന്നെ ആ ഒരു ഡെറിവേഷൻ ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതുക. ഓക്കെ, അതായത് ആ പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്തല്ലോ. ഇന്ന പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീനിൽ വരുന്നത്, ദെൻ അതുപോലെ തന്നെ ഫെർമി-ഡിറാക്കിൽ വരുന്നു, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവർ മൂന്നും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ കൂടി അവിടെ എന്ത് ചെയ്യുക, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത്. ബോസ്-ഐൻസ്റ്റീൻ എന്താണ്, ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കൊടുക്കുക. ദെൻ അവർ തമ്മിൽ എന്ത് ചെയ്യുക, ഒരു കമ്പാരിസൺ, മൂന്ന് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അവിടെ MD സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ചോദിച്ചിട്ടില്ല, മാക്സ്വെൽ ബോൾട്സ്മാൻ ചോദിച്ചിട്ടില്ല. ദെൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ല, പക്ഷേ കമ്പാരിസൺ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടുത്തെ 11th ക്വസ്റ്റ്യൻ, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ദെൻ 12th ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഹെൽത്ത് കോൺസിക്വൻസ് ആൻഡ് മെഷർമെന്റ് ടു പ്രിവെന്റ് ഹെൽത്ത് എമർജൻസീസ് ഡ്യൂ ടു റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഒരു റേഡിയേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ഹെൽത്ത് എമർജൻസി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പറ്റുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഒരു റേഡിയേഷൻ ഹസാർഡ് എങ്ങനെ നടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഓക്കെ, റേഡിയേഷൻ ഹസാർഡ് അത് കുറച്ചുകൂടി നമ്മളൊന്ന് റെഫർ ചെയ്യണം, എന്താണ് ആ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എന്ത് നമുക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും ഇപ്പോൾ നമുക്ക് എഴുതിയൊരു 15 മാർക്ക്
കിട്ടില്ല. ഓക്കെ, ഇത്രയും മാത്രം പോരാ. കുറച്ചുകൂടി പോയിന്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതെന്താണ് ആ ഡിസാസ്റ്റർ എന്നും അതുപോലെ എങ്ങനെ അതൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി. മാക്സിമം ഇതിൽ ഈ ഒരു റേഡിയേഷൻ ഹസാർഡ്സിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കോൺസിക്വൻസസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു മെമ്മറി ലോസ്, അതുപോലെ തന്നെ ഐസൈറ്റ് പോവുക, ഓക്കെ, പുവർ ഐസൈറ്റ്, പിന്നെ സ്കിൻ ഡിസീസസ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കോൺസിക്വൻസ് നമുക്ക് ഈ റേഡിയേഷൻ ഹസാർഡ് കാരണം വരും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും അതനുസരിച്ചുള്ള സാങ്ഷൻസും അതുപോലെ നമുക്ക് അതിന്റെ പ്രിവെൻഷൻ മെഷേഴ്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കണം. പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കേസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നമുക്ക് മാക്സിമം അത്രയും മാർക്ക് വരില്ല, കാരണം നമുക്ക് അത്രയും എഴുതാൻ നമ്മൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം, ക്യാപ്പബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിപ്പോൾ നമ്മൾ 2021 ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഈ എറേഴ്സിനെ കുറിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ പറഞ്ഞ ഈ ഒരു റേഡിയേഷൻ ഹസാർഡ്സിനെ കുറിച്ചാണ് അറിയാമെങ്കിൽ എഴുതുക, ഇല്ലാതെ നമ്മൾ വെച്ചുകൊണ്ട് നമുക്കത് അത്രയും സമയം അവിടെ വേസ്റ്റ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം വേറെ ക്വസ്റ്റ്യൻസ് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റേഡിയേഷൻ ഹസാർഡ്സിനെ കുറിച്ച്, റേഡിയേഷൻ ഹസാർഡ്സ് ഒക്കെ ശരിക്കും ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ എഴുതാനാണ് നമ്മൾ അതിൽ ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് റേഡിയേഷൻ ഹസാർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ദെൻ ഡിറൈവ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അറിയാലോ ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ് ഫെർമി-ഡിറാക് ഫംഗ്ഷൻ എന്ന് എഴുതണം. ദെൻ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂഷൻ വേണം, ഏതൊക്കെ തരത്തിലുള്ള സ്പിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഫെർമിയോൺസ് എന്നറിയപ്പെടും. അതുപോലെ തന്നെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതൊക്കെ എഴുതുക. ദെൻ ആ പാർട്ടിക്കിൾസിന്റെ ക്ലേസ് ഒക്കെ കൊടുത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരിക. അപ്പോൾ അതാണ് ഈ ഒരു ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 14th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ സർവേ ആൻഡ് ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് റിസർച്ച്. ഓക്കെ, അപ്പോൾ ലിറ്ററേച്ചർ സർവേ ഞാൻ തൊട്ട് മുൻപേ കാണിച്ച നോട്ട്സിൽ ഞാൻ കാണിച്ചിരുന്നു. ലിറ്ററേച്ചർ സർവേ നമുക്ക് ആ ഒരു റിസർച്ചിന്റെ പാർട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ലിറ്ററേച്ചർ സർവേസ് എന്ന് കൊടുക്കുക. ദെൻ എന്താണ് ആദ്യം റിസർച്ച് എന്ന് കൊടുക്കുക. ഓക്കെ, റിസർച്ച് എന്ന് എന്താണെന്ന് കൊടുക്കുക. അതിനുശേഷം ലിറ്ററേച്ചർ സർവേസ് എന്താണെന്ന് കൊടുക്കുക. ദെൻ അതിൻ്റെ ആ ഒരു ഗുഡ് റിസർച്ചിന്റെ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ 15 മാർക്കിന്റെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാൻഡം എറേഴ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് എറേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റം എസ്റ്റിമേറ്റിംഗ് എറേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് റാൻഡം എറേഴ്സ്, അതുപോലെ എന്താണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണ് കറക്റ്റായിട്ട് കൊടുക്കുക, എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ എന്താണ് നമുക്ക് എങ്ങനെയാണ് ഒരു എറർ എസ്റ്റിമേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു എറർ എസ്റ്റിമേഷൻ നടത്തുന്നത്. അറിയാലോ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് ആക്യുറേറ്റ് ആവണമെന്നില്ല. അപ്പോൾ മെഷർമെന്റ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എറേഴ്സ് മെഷർ ചെയ്യും. ഓക്കെ, എററിന്റെ പെർസെന്റേജ് ഇത്ര കൂടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് അതിന്റെ ഒരു ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. Then what are earthquake and effect? Explain the disaster prevention, advancement in research and area of the research. Okay, അപ്പോൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റിസർച്ചും അതുപോലെ ഒരു എർത്ത് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പ്രിവെൻഷൻ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എർത്ത് എന്താണെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസർച്ച്, അതുപോലെ എന്തൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എർത്ത് നമുക്ക് പ്രതിവിധിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു പ്രിവെൻഷൻ മെഷേഴ്സ് നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2020 ചോദിച്ചത് തന്നെയാണ്, ഡിറൈവ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിറൈവ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. 2020 ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ തന്നെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 2020 ക്വസ്റ്റ്യൻ തന്നെ അതും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ആ 3 സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഫെർമി-ഡിറാക്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോസ്-ഐൻസ്റ്റീൻ 3ഉം പഠിച്ചു വെച്ചേക്കുക. എന്തായാലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കും. ഓക്കെ, ഏത് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ഒരു 15 മാർക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കേസ് നമ്മുടെ തീസിസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. ഓക്കെ, തീസിസ് റൈറ്റിംഗ്, അപ്പോൾ അതോടെ നോക്കി വെച്ചേക്കുക, അത് നമുക്ക് ഉറപ്പാണ്. പിന്നീട് ആ എറർ അനാലിസിസ്. ഓക്കെ, ഇപ്പോൾ ഈ 3ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നോക്കി വെച്ചാൽ നമുക്ക് അത്യാവശ്യം കിട്ടും എന്ന് ഉറപ്പുള്ളത് എസ്സേസ്. പിന്നെ അതിലേക്ക് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മൾക്ക് സ്വന്തമായിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ആ ഒരു റേഡിയേഷൻ ഹസാർഡ്സ് നമ്മൾ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതായത് ഒരു 15 മാർക്കിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മറ്റ് 2 എസ്സേസ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുക. ഓക്കെ, എഴുതാൻ കണക്കിനാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ 2020 ചോദിച്ചിട്ടുള്ള കുറച്ച് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ റിസർച്ച്. ഓക്കെ, റിസർച്ചിൽ വരുന്ന വേരിയസ് സ്റ്റെപ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് ആ ഒരു റിസർച്ചിലെ സ്റ്റെപ്സ് നമ്മളോട് കൊടുക്കുക. അപ്പോൾ അത് 4 മാർക്ക് അനുസരിച്ച് എഴുതിയാൽ മതിയാവും. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
Calculate the Fermi energy of sodium assuming that the metal has one free electron per atom. Given H is equal to 6.626 into 10 raised to minus 34, and then mass of the electron is equal to 9 into 10 raised to minus 31, and the density of sodium 970 kilogram per meter cube. Avogadro's number 6.022 into 10 raised to 26, and the atomic weight of the sodium 22.99. ഇതിൽ ഈ വാല്യൂസ് എപ്പോഴും തരണമെന്നില്ല. ഹെച്ചിന്റെ വാല്യൂ, മാസ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ തരണമെന്നില്ല. ഡെൻസിറ്റി തന്നിക്കും, സോഡിയത്തിന്റെ അറ്റോമിക് വെയിറ്റും തന്നിക്കും. ഓക്കെ, ബാക്കി നമ്മൾ ചിലപ്പോൾ കാണാതെ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫെർമി എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, നമുക്ക് ഇ എഫിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇ എഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ h²/2m into 3nc. nc എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈ 8π ഹോൾ റൈസ് ടു 2/3 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവോഗാഡ്രോ നമ്പർ, ഇത് Na ആണ്. അവോഗാഡ്രോ നമ്പർ ഇൻറ്റു ഡെൻസിറ്റി ബൈ മാസ് ചെയ്താൽ മതി. ഡെൻസിറ്റി ഓഫ് സോഡിയം ഡിവൈഡ് ബൈ മാസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 2.5 into 10 raised to 28 meter m raised to minus 3, okay, per meter cube. That is ഇവിടെ m raised to minus 3 വേണ്ട, കാരണം മാസ് അല്ല നോക്കുന്നത്. ഓക്കെ, ഇത് മതി. 2.53 into 10 raised to 28 എന്ന് കിട്ടുന്നു. സോ അത് നമുക്ക് അവിടെ എൻസിയുടെ വാല്യൂ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇ എഫ് ഇസ് ഈക്വൽ ടു h²/2m into 3nc ഡിവൈഡ് ബൈ 8π ഹോൾ റൈസ് ടു 2/3 കൊടുക്കാം. വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.11 into 10 raised to minus 19 ജൂൾസ് വരും. ഇലക്ട്രോൺ വോൾട്ട് മാറ്റുന്ന സമയത്ത് ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 3.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫെർമി എനർജി ഓഫ് സോഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞാനിത് ക്ലാസ് ഒന്ന് പറഞ്ഞെന്നോ എന്നൊരു ഉറപ്പില്ല. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെർമി എനർജി ഈസിലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ എറർ അനാലിസിസ് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരിക്കും, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം സ്റ്റെപ്സ് ഒന്ന് നോക്കി പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിലെ ക്വസ്റ്റ്യൻസ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ദ ലെങ്ത് ഓഫ് എ റോഡ് മെഷർഡ് ഇൻ എ എക്സ്പെരിമെന്റ് ഈസ് റെക്കോർഡ് ആസ് 2.51 meter, 2.56 meter, 2.49 meter, 2.58 meter, 2.48 meter, and 2.55 meter respectively. Find the mean length, absolute error, and mean absolute error. Okay, അപ്പോൾ mean length എത്രയാണ്? നമുക്ക് എന്ത് ചെയ്യുക? അപ്പോൾ അതിനുള്ള എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് 15.16 ഡിവൈഡ് ബൈ 6 ആണ്. 2.527 മീറ്റർ നമുക്ക് ഇവിടെ മീൻ ലെങ്ത് ഒബ്റ്റെയിൻ ചെയ്യണം. നമുക്ക് മെയിൻ ലെങ്ത് വേണം, അബ്സല്യൂട്ട് എറർ വേണം, അതുപോലെ തന്നെ മീൻ അബ്സല്യൂട്ട് എററും വേണം. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ ഡിറ്റർമിൻ ചെയ്യേണ്ട എന്ത് ചെയ്താൽ മതി? അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ കിട്ടിയ മീൻ വാല്യൂ ഉണ്ടല്ലോ, മീൻ ലെങ്ത്, അത് എത്രയാണ്? 2.527. അപ്പോൾ ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക? അതിനെ കുറയ്ക്കുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അബ്സല്യൂട്ട് എറേഴ്സ് കിട്ടും. ഓക്കെ, ഓരോന്നിന്റെ അബ്സല്യൂട്ട് എറേഴ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. മോഡ്ലെസ് വാല്യൂസ് കിട്ടും. ചിലപ്പോൾ നമുക്ക് മൈനസ് ഒക്കെ വരും. സോ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? മോഡ്ലെസ് വാല്യൂസ് മാത്രമാണ് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ മീൻ അബ്സല്യൂട്ട് എറേഴ്സ് എത്രയായിരിക്കും? മീൻ അബ്സല്യൂട്ട് എറർ വിച്ച് വിൽ ബി ഈക്വൽ ടു 0.071. എല്ലാത്തിനും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് അവിടെ 6 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ബൈ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.031. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മീൻ അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മീൻ ലെങ്ത് 2.527 മീറ്റർ ആണ്. ആൻഡ് ദ മീൻ അബ്സല്യൂട്ട് എറേഴ്സ് എത്ര വരുന്നുണ്ട്? അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.031 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student measures period of a pendulum 5 times and the result obtained are 2.9, 2.5, 2.7 and 2.5 seconds. Find A arithmetic mean, B standard deviation. അപ്പോൾ അരിത്തമെറ്റിക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർമലി മീൻ ആണ് അരിത്തമെറ്റിക് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ബാർ നമുക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ് ഇസ് എക്സ് ഐ ബൈ എൻ ആണ്. സിഗ്മ ഐ is equal to 1 to n എക്സ് ഐ ബൈ എൻ കൊടുക്കാൻ പറ്റും. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൂട്ട് ഓഫ് സിഗ്മ ഐ is equal to 1 to n എക്സ് ഐ മൈനസ് എക്സ് ബൈ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് 1 ആണ്. അപ്പോൾ മെയിൻ അരിത്തമെറ്റിക് മീൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? എല്ലാത്തിനെയും സം ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. 2.6 എന്ന് കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ നമുക്ക് അവിടെ കണ്ടുപിടിക്കും. ഇത് 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള കേസാണ്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഒക്കെ പറഞ്ഞിട്ട് അവിടെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ ടേബിൾ കൊളൊക്കെ വരച്ച് ഇവിടെ എഴുതിയിരുന്നത്. ഓക്കെ, നമുക്ക് ടേബിൾ വരയ്ക്കണമെന്നില്ല, വേണമെങ്കിൽ എന്ത് ചെയ്യാം? വരച്ച് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെ
മൈനസ് ചെയ്യുക 2.9 മൈനസ് 2.6 അത് നമുക്ക് ഇവിടെ കിട്ടിയ 2.6 ആണല്ലോ. അതെന്ത് ചെയ്യണം? എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്യണം, ഹോൾ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് കൊണ്ടുവരുന്നത് പോസിറ്റീവ് ആയിട്ട് മാറും. 0.09, 0.01, 0.01, 0.04 ആൻഡ് 0.01 നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തു. ഇനി ഈ കിട്ടിയ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാം? അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, കിട്ടിയ വാല്യൂസ് എല്ലാം സിഗ്മ സമ്മേഷൻ ആണ്. സോ സമ്മേഷൻ ചെയ്യുക. ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 0.16 ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട n-1 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് 5 ആയിരുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ n-1 എടുക്കുന്ന സമയത്ത് 4 കിട്ടും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 0.16/4 എന്ന് കിട്ടുന്നുണ്ട്. 0.2 ആണ് അവിടുത്തെ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ അത് രണ്ടും കണ്ടുപിടിക്കണം. പറഞ്ഞ അരിത്തമെറ്റിക് മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. അരിത്തമെറ്റിക് മീന് 2.6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ട് 0.2 ആണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണ്. ദാറ്റ് ഇസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് തിക്നെസ് ഓഫ് എ റെക്ടാംഗുലർ ഷീറ്റ് ഓഫ് മെറ്റൽ 4.234 meter, 1.005 meter, 2.01 centimeter respectively. Given the area and volume of the sheet to correct significant. ഓക്കെ, അതായത് നമുക്കിപ്പോൾ അവിടെ തന്നിട്ടുള്ളതിൽ ഒരു റെക്ടാംഗുലർ ഷീറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയയും വോളിയൂമും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോട്ട് റൗണ്ട് ഓഫും ചെയ്യണം. ഓക്കെ, കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ലെങ്ത് വന്നിട്ട് 4.234 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് വന്നിട്ട് 1.005 മീറ്റർ ആൻഡ് തിക്നെസ് വന്നിട്ട് 2.01 സെന്റിമീറ്റർ ആണ്. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.0201 മീറ്റർ ആയിട്ട് മാറും. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ നമുക്ക് ഇതിപ്പോൾ റെക്ടാംഗിൾ തന്നെ തരണമെന്നില്ല. ഏത് ഷേപ്പാണ് തരുന്നത് അതിന്റെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഏരിയ ഓഫ് റെക്ടാംഗിൾ A = L × B ആണ്. വോളിയം ഓഫ് ദ റെക്ടാംഗിൾ B = L × B × T ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 4.234 മീറ്റർ ഇൻറ്റു 1.005 മീറ്റർ ആണ്. ആൻസർ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 4.25517 മീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലൂടെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒബ്സർവേഷൻ ചെയ്തപ്പോൾ നമ്മളുടെ എടുത്ത ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എടുത്ത വാല്യൂസ് നോക്കുക. 4.234ഉം അതുപോലെ തന്നെ 1.005 മീറ്ററും ആണ്. അപ്പോൾ അത് രണ്ടിലും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ എടുത്ത ആ ഒരു വാല്യൂസിൽ എത്രയാണോ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത് അത് തന്നെ നമ്മൾ എന്ത് ആൻസറിൽ ഒപ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടലി 4 എണ്ണം നമുക്ക് രണ്ടിലും വരുന്നത്. ഓക്കെ, 4 എണ്ണം ഇതാണ് രണ്ടിലും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൻസറിൽ എത്ര വരണം? നമുക്കിവിടെ 4 തന്നെയാണ് എടുക്കേണ്ടത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റിജക്റ്റ് ചെയ്യാം. ഇനി ഇല്ല, ഇപ്പൊ ഒന്നിൽ 4 മറ്റൊരു 3 വന്നെങ്കിൽ ഏറ്റവും കുറവ് എത്രയാണോ നമ്പർ ആ കുറവുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആൻസറിൽ കാണിക്കണം. ഓക്കെ, നമുക്കിപ്പോ ഇതിലിപ്പോൾ 4ഉം ഇവിടെ നമുക്ക് 3 ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക? എങ്കിൽ അവിടെ ആൻസറിൽ നമ്മൾ എത്ര എടുത്താൽ മതിയാവും? 3 എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയയിൽ ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? 4.255 മീറ്റർ സ്ക്വയർ. ഓക്കെ, അത്രയും നമ്മളിവിടെ ഒപ്റ്റെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിൽ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഓളിയത്തിന്റെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓളിയം B = L × B × T ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. സോ ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് B = 4.234 ഇൻറ്റു 1.005 ഇൻറ്റു 0.0201 ആണ്. B = എത്ര കിട്ടും? 0.0855309 മീറ്റർ ക്യൂബ് എന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതിൽ എല്ലിനും ബിക്കും ലെങ്തിനും ബ്രെഡ്ത്തിനും 4 ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു നമ്മുടെ തിക്നെസ് വാല്യൂവിന് ദാറ്റ് ഇസ് ഹാവിംഗ് ഓൺലി 3 സിഗ്നിഫിക്കന്റ് വാല്യൂസ്. ഓക്കെ, ഒരു 3 സിഗ്നിഫിക്കന്റ് വാല്യൂസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ സിഗ്നിഫിക്കന്റ് റൂൾ വെച്ച് നോക്കുമ്പോൾ 3 വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നമുക്ക് ആൻസറിൽ എത്ര മതിയാവും? 3 നമ്മളവിടെ കാണിച്ചാൽ മതിയാവും. ഓക്കെ, ബാക്കി എന്ത് ചെയ്യേണ്ട? നമ്മളവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് എത്ര പറയാം? അവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്? സോ ദ റിസൾട്ട് ഷുഡ് ഹാവ് റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റൗണ്ട് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ ആൻസറിൽ ഏറ്റവും ലോവസ്റ്റ് ആൻസറിലല്ല നമ്മൾ എടുക്കുന്ന വാല്യൂവിൽ എത്രയാണോ ലോവസ്റ്റ് നമ്പർ? 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4. ഓക്കെ, എത്രയാണ് ലോവസ്റ്റ് നമ്പർ അത് നമ്മൾ എന്ത് ചെയ്യുക? ആൻസറിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ റിജക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ആൻസർ അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് എല്ലാം നോക്കി വെച്ചിരിക്കുക. അതിന്റെ ഡെറിവേഷൻസ് കറക്റ്റ് പഠിക്കുക. then അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കിൽ നിന്ന് ആ ഒരു എറർ അനാലിസിസ് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കണം. ഓക്കെ, ഓരോ എറേഴ്സ് എന്താണ് അത് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. ഇതെങ്ങനെയാണ് നമുക്ക് എറേഴ്സ് മെൻഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് എറേഴ്സ് നോക്കാം. പിന്നെ റിസർച്ച് മെത്തഡോളജിയിൽ ആ ഒരു റിസർച്ച് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ തീസിസ് പ്രിപ്പറേഷൻ. ഓക്കെ, തീസിസ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കേസിൽ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത്രയാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസെമ്പിൾസ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മൈക്രോസ്റ്റേറ്റ് എന്താണ്, മാക്രോസ്റ്റേറ്റ് എന്താണെന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ആ ഒരു എൻസെമ്പിൾസിന്റെ
ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ 2 മാർക്കിന്റെയും 1 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ ഒരു എൻസംബിൾസ് എന്നും എന്താണ് മൈക്രോസ്റ്റേറ്റ് മാക്രോസ്റ്റേറ്റ് നോക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇക്വിലിബ്രിയം ചില സമയത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേസ് ഓക്കെ, മൈക്രോ കനോണിക്കൽ എൻസംബിൾസ് എന്താണ്, ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾസ് എന്താണ്, അതുപോലെ തന്നെ കനോണിക്കൽ എൻസംബിൾസ് എന്താണ്. ഓക്കെ, എൻസംബിൾസിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് ആ ഒരു എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യുക, കറക്റ്റ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിന്റെ ആ ഒരു വാൾസിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടെ അത് ഷെയർ ചെയ്യുന്നത്, എനർജി ഷെയർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് അവിടെ കറക്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.